2025 ഫെബ്രുവരി മാസം 23 ഞായറാഴ്ചയിലെ ദിവ്യമന്നായുടെ ധ്യാന ചിന്തകളാണ് ഇന്ന് പങ്കുവയ്ക്കപ്പെടുന്നത്. ദൈവരാജ്യ അനുഭവത്തിനായി ജീവിത പുനഃക്രമീകരണം എന്ന വിഷയം ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായിരിക്കുന്നു. ദൈവരാജ്യ ദർശനത്തിൻ്റെ രുചി അനുഭവിക്കുവാനും പങ്കുവയ്ക്കുവാനും നമ്മെ വിളിച്ചിരിക്കുന്ന നിസ്തുലനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ഒന്നാം പാഠമായ യെഹെസ്കേൽ പ്രവചനം 36 അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയുമായുള്ള ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന രൂപാന്തരത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും സൂചനയായി അവർക്ക് ഒരു പുതിയ ഹൃദയവും ആത്മാവും നൽകുമെന്ന് അറിയിക്കുന്നു. ദൈവകൽപ്പനകൾ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന ആന്തരിക നവീകരണം അവരിൽ സംഭവിക്കുമെന്നും പ്രവാചകൻ പറയുകയാണ് ഇവിടെ. എഫേസ്യ ലേഖനം 4 അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ രണ്ടാം പാഠം. ഈ ഭാഗത്ത് അവിശ്വാസികൾ എന്ന നിലയിൽ അവരുടെ മുൻപത്തെ ആധാർമിക ജീവിത ശൈലിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മാതൃകയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പൗലോസ് എഫേസ്യരെ ഉപദേശിക്കുന്നു. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ എന്ന് ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ലേഖന ഭാഗമായ 1 പത്രോസ് 2 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിന് വിഘാതമാകുന്ന സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന ആഹ്വാനമാണ് വിശുദ്ധ പത്രോസ് നൽകുന്നത്. ആത്മിക വളർച്ച, തൻ്റെ ജനത്തിനായുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശ്യം, സഭയുടെ മൂലക്കല്ലെന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ പങ്ക് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പഴയ ജീവിത രീതിയെ പുതിയവയുമായി താരതമ്യം ചെയ്യുന്നു. വിളിയെക്കുറിച്ചും നിയോഗത്തെക്കുറിച്ചും ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ട സ്വത്വബോധം എന്തായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ആ ആത്മബോധത്തിന് മാതൃകകളാകുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യത്തിന് തക്ക ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുക. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാകുന്നു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ചുങ്കക്കാരനായ സക്കായിയുമായി കണ്ടുമുട്ടുന്ന സംഭവമാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവശാസ്ത്രപരവും ധാർമ്മികവുമായ ദൈവരാജ്യ സംബന്ധിയായ മർമ്മങ്ങൾ ഈ സംഭവത്തിൽ നമുക്ക് കാണാം. രക്ഷ, മാനസാന്തരം, അവയിലൂടെയുള്ള രൂപാന്തരം എന്നിവയും ഇതിൽ ദൃശ്യമാണ്. ദൈവരാജ്യ അനുഭവത്തിനായി ജീവിത പുനഃക്രമീകരണം എന്ന ഇന്നത്തെ ചിന്താവിഷയം ധ്യാനിക്കുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യൻ്റെ ആളത്വത്തിൽ ഉണ്ടാകുന്ന സമഗ്ര മാറ്റത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവത്തെ കാണാൻ കഴിയും. ആരും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നിരിക്കുന്നവരല്ലെന്നും അതിന് പരിധിയില്ലെന്നും ആരെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുണ്ടെന്നുമുള്ള മർമ്മമാണ് സക്കായിയുടെ കഥ വെളിപ്പെടുത്തുന്നത്. ഓസ്കാർ വൈൽഡിൻ്റെ പ്രസിദ്ധമായ എവറി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവറി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ, എല്ലാ വിശുദ്ധർക്കും ഒരു ഭൂതകാലമുണ്ട്, എല്ലാ പാപിക്കും ഒരു ഭാവിയുണ്ട് എന്ന ഉദ്ധരണിയുടെ 2ാം ഭാഗം സക്കായിയുടെ ജീവിതത്തെ ദൃഷ്ടാന്തീകരിക്കുന്നതാണ്. സക്കായിയുടെ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങൾ പഠനവിധേയമാക്കുകയും അതിലൂടെ ലഭിക്കുന്ന ഉൾക്കാഴ്ച നമ്മുടെ ജീവിത ശോധനയ്ക്കും മാറ്റത്തിനും നിദാനമാകുകയും ചെയ്യുമ്പോഴാണ് ദൈവരാജ്യ അനുഭവത്തിനായി നമ്മുടെ ജീവിതം പുനഃക്രമീകരണം ചെയ്യപ്പെടുന്നത്. ഇത് സംഭവിക്കാത്ത മാനസാന്തരമല്ല.
രൂപാന്തരവും അല്ല. വാക്കുകളല്ല മാനസാന്തരത്തിൻ്റെ തെളിവ്, മറിച്ച് മനോഭാവങ്ങളിലും പ്രവർത്തികളിലും പ്രതികരണങ്ങളിലും ഉള്ള പുനഃക്രമീകരണമാണ്. 1. സക്കായിയുടെ ഭൂതകാലം. വിശുദ്ധ ലൂക്കോസ് സക്കായിയെ വിശേഷിപ്പിക്കുന്നത് അവൻ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരുന്നു എന്നാണ്. ഒരു ചുങ്കക്കാരന് കിട്ടുന്ന ശമ്പളം ഒരാളെ ധനവാനാക്കുന്ന വിധം ഭീമമായിരുന്നില്ല. ഇന്നും നികുതി പിരിവിൻ്റെ ചുമതലക്കാരെക്കുറിച്ച് പറയുന്നത് പോലെ ചുണ്ടയ്ക്കായ്ക്ക് കാൽപ്പണം, ചുമട്ടുകൂലി മുക്കാൽ പണം എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന ജീവിതക്രമത്തിനുടമയായിരുന്നു സക്കായി എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. റോമൻ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമപരമായി ലഭിക്കേണ്ടത് നൽകിയാൽ അതിൽ കൂടുതൽ വാങ്ങുന്ന ചുങ്കക്കാരുടെ മേൽ ഒരു നടപടിയും അവർ എടുക്കയില്ലായിരുന്നു. അതിനാൽ തന്നെ ചുങ്കം പിരിക്കുന്നവർ അമിതമായി ചുങ്കം പിരിക്കുന്നത് പതിവായിരുന്നു. കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വലുതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന സക്കായിയുടെ കുമ്പസാരം അത് വെളിവാക്കുന്നു. 2. യേശുവുമായുള്ള സക്കായിയുടെ കൂടിക്കാഴ്ച. സാഹചര്യത്തെയും സാധ്യതകളെയും ചൂഷണം ചെയ്ത് സമ്പാദിച്ചപ്പോഴും സക്കായിയുടെ ജീവിതത്തിൽ ആത്യന്തിക തൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലെങ്കിൽ തൻ്റെ ശാരീരിക പരിമിതിയെ മറികടക്കാൻ മരത്തിന് മുകളിൽ കയറി യേശുവിനെ കാണാൻ ശ്രമിക്കുകയില്ലായിരുന്നു. അവൻ്റെ താല്പര്യം അറിഞ്ഞ കർത്താവ് വിമർശിക്കപ്പെടും എന്ന് അറിഞ്ഞപ്പോഴും സക്കായിയോടൊപ്പം അവൻ്റെ വീട്ടിൽ താമസിക്കുവാൻ സ്വയം സമ്മതിക്കുകയായിരുന്നു എന്ന് നാം കാണുന്നു. സക്കായിയുടെ പ്രതികരണത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസ് പറയുന്നത് അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു എന്നാണ്. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ആയിരുന്നു സക്കായിയുടെ അവസ്ഥ. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. മാതാപിതാക്കളിൽ നിന്നും കൂട്ടം വിട്ടുപോയ ഒരു കുഞ്ഞ് മാതാപിതാക്കൾ കൂടെയില്ല എന്നറിയാതെ പരിസരമെല്ലാം മറന്ന് കാഴ്ചകളെല്ലാം കണ്ടു നടക്കുമ്പോൾ അവരുടെ അസാന്നിധ്യം അവൻ അറിയാറില്ല. എന്നാൽ മാതാപിതാക്കൾ അവനെ കണ്ടെത്തി അവൻ്റെ പേര് വിളിക്കുന്ന നിമിഷം അവനിൽ ഉണ്ടാകുന്ന സമ്മിശ്ര വികാരം അവനിൽ കരച്ചിലുണ്ടാക്കും എന്ന് നമുക്കറിയാം. മാതാപിതാക്കളെ അവൻ ഓടിച്ചെന്ന് ആശ്ലേഷിക്കും. യേശുവുമായുള്ള സക്കായിയുടെ കൂടിക്കാഴ്ച ഇതിന് സമാനമായിരുന്നു. ഇതിനെ ഒരാൾ വിശേഷിപ്പിക്കുന്നത് "He didn't know he was lost until he was found" എന്നാണ്. കണ്ടെത്തുന്നത് വരെ നഷ്ടപ്പെട്ടു എന്നറിയാതെയുള്ള ജീവിതമല്ലേ നല്ലൊരു ഭാഗം ക്രിസ്തു വിശ്വാസികളുടേതും. 3. സക്കായിയുടെ മാനസാന്തരത്തിൻ്റെ പ്രകട മാറ്റങ്ങൾ. 1. വൈകാരിക മാറ്റം. യേശുവുമായുള്ള കൂടിക്കാഴ്ച സക്കായിൽ ഉണ്ടാക്കിയത് സന്തോഷമാണ് എന്ന് 6-ാം വാക്യത്തിൽ നാം കാണുന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണെന്ന് വിശുദ്ധ പൗലോസ് റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നവർക്കുള്ള അനുഭവം പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദമാണ് എന്ന് വിശുദ്ധ പത്രോസും പറയുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. 2. മനോഭാവത്തിന് പുനഃക്രമീകരണം. യേശുവിനെ കണ്ടുമുട്ടുന്നതുവരെ സ്വന്തം സുഖവും ക്ഷേമവും മാത്രമായിരുന്നു സക്കായിയുടെ താല്പര്യം. അത് കാരണം മറ്റുള്ളവർക്കുണ്ടാകുന്ന അസൗകര്യങ്ങളോ നഷ്ടങ്ങളോ ഒന്നും അവന് പ്രധാനമായിരുന്നില്ല. അപരനെ കാണാനോ അവൻ്റെ വേദന മനസ്സിലാക്കാനോ കഴിയാത്ത വിധം അവൻ അന്ധനായിരുന്നു. എന്നാൽ യേശുവുമായുള്ള അഭിമുഖം അവൻ്റെ അകക്കണ്ണ് തുറക്കുവാൻ കാരണമായി. അനുതാപവും അനുരഞ്ജനവും യേശുവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ അനന്തര അനുഭവങ്ങളാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ പാപിയായിരുന്നു എങ്കിലും യേശുവിന് അവൻ രക്ഷയുടെ സാധ്യതയുള്ള ദൈവ പൈതലായിരുന്നു. ഇവനും അബ്രഹാമിന് മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന കർത്താവിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. 3. സമ്പത്തിൻ്റെ പുനഃക്രമീകരണം. സക്കായി സ്വാർത്ഥതയുടെ കൂട് പൊളിച്ച് പുറത്തു വന്നു എന്നതിനും മറ്റുള്ളവരോടുള്ള മനോഭാവത്തിൽ
പുനഃക്രമീകരണം സംഭവിച്ചു എന്നതിനുള്ള തെളിവാണ്, കർത്താവെ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന സക്കായിയുടെ പ്രതികരണം. ദൈവരാജ്യ അനുഭവത്തിനായി ജീവിത പുനഃക്രമീകരണം എന്ത് എന്നും എങ്ങനെയെന്നും അത് സംഭവിക്കുമ്പോൾ മറ്റുള്ളവരോടും സമ്പത്തിനോടുമുള്ള മനോഭാവത്തിലെ മാറ്റം എന്തെന്നും വ്യക്തമാക്കുന്ന സക്കായിയുടെ ജീവിത സാക്ഷ്യ വെളിച്ചത്തിൽ നാം എവിടെ നിൽക്കുന്നുവെന്ന് വിലയിരുത്തുമോ? കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ, യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം എന്ന മനസ്സാണോ നമുക്കുള്ളത്? സക്കായി ഉയർത്തുന്ന വെല്ലുവിളി ജീവിതത്തിൻ്റെ പുനഃക്രമീകരണത്തിന് മാർഗരേഖയാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കട്ടെ.